ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ 3 ചാപ്റ്റർ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററാണ് ഇലക്ട്രോ കെമിസ്ട്രി. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 3rd ചാപ്റ്ററാണ് ഇത്, ഇലക്ട്രോ കെമിസ്ട്രി. അപ്പം നമുക്ക് നോക്കി നോക്കാം എന്താണിത്. ഇലക്ട്രോ കെമിസ്ട്രി എന്നുള്ള ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ ഏതാണ്, എന്ത് വെച്ചിട്ടാണ്? ഗാൽവാനിക് സെൽസ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്താണ്? ഗാൽവാനിക് സെൽസ്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഈ ഗാൽവാനിക് സെൽസ്. എന്താണ് ഗാൽവാനിക് സെൽസ് എന്ന് പറഞ്ഞാൽ? അതൊരു ഡിവൈസാണ്, ഒരു ഉപകരണമാണ്. അതിപ്പോൾ ഒരു ബാറ്ററിയുടെ ഒക്കെ പോലത്തെ ഒരു ഉപകരണമാണ്. ബാറ്ററി എന്താ ചെയ്യുന്നത്? അതിൽ കെമിക്കൽ എനർജിയാണ് ബാറ്ററിയിൽ ഉള്ളത് അല്ലേ? അതിപ്പോൾ നമ്മളൊരു ടോർച്ചിലിട്ടു വിചാരിച്ചു, അപ്പോൾ അതെന്ത് ചെയ്യും? അവിടെ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത് അല്ലേ? അതുപോലെ തന്നെ ഗാൽവാനിക് സെൽസും ഈ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസസിനെ പറയുന്ന പേരാണ് ഗാൽവാനിക് സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ഇറ്റ് ഈസ് എ ഡിവൈസ് ദാറ്റ് കൺവേർട്ട് കെമിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസാണ് ഒരു ഗാൽവാനിക് സെല്ല്. ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ, പരീക്ഷയ്ക്ക് ചോദിക്കും. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ഗാൽവാനിക് സെൽസ്? അതിനൊരു എക്സാമ്പിളും എഴുതാൻ പറയും. ഇതിനുള്ളൊരു എക്സാമ്പിളാണ് ഡാനിയൽ സെൽ. ഏതാണ്? ഡാനിയൽ സെൽ എന്ന് പറയുന്നത്. ഇപ്പം തന്നെ അങ്ങോട്ട് പഠിച്ചു നോക്കാം. എന്താണ് ഗാൽവാനിക് സെൽ എന്ന് പറഞ്ഞാൽ? അതൊരു ഡിവൈസാണ് ദാറ്റ് കൺവേർട്ട് കെമിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഡാനിയൽ സെൽ. ഇനി നമുക്ക് നോക്കി നോക്കാം എന്താണ് ഡാനിയൽ സെൽ എന്ന് നമുക്ക് നോക്കാം. ഡാനിയൽ സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ഞാനിവിടെ ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കാം, ഇവിടെ ഡാനിയൽ സെൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? ഇതിൽ 2 ബീക്കർ ഉണ്ട്. 2 ബീക്കർ എടുക്കാം. ഈ 2 ബീക്കറിൽ ഒരു ബീക്കറിൽ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ നിറക്കുക. ഏതാണ്? സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ. മറ്റേ ബീക്കറിലോ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൽ Cu2+ അയോണും ഉണ്ട്, SO4 അയോണും ഉണ്ട്. സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൽ Zn2+ അയോണും ഉണ്ട്, SO4 അയോണും ഉണ്ട്. ഓക്കെ, ഇനി ഈ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ഉള്ള ബീക്കർക്ക് അതിൻ്റെ ഒരു റോഡ് നമ്മൾ ഡിപ്പ് ചെയ്ത് വെക്കുക. ഏത് റോഡാണ് ഡിപ്പ് ചെയ്യുന്നത് അറിയോ? സിങ്കിൻ്റെ റോഡ്, സിങ്കിൻ്റെ ദണ്ട് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അങ്ങനെ സിങ്കിൻ്റെ ഒരു റോഡ് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ നമ്മൾ ഡിപ്പ് ചെയ്ത് വെക്കുന്നു. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലോ കോപ്പറിൻ്റെ ഒരു റോഡും നമ്മൾ ഡിപ്പ് ചെയ്ത് വെക്കുന്നു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ. എന്നിട്ട് ഇതിനെ രണ്ടിനെയും ഒരു വോൾട്ട് മീറ്റർ വെച്ച് നമ്മൾ കണക്ട് ചെയ്യുന്നു. എന്തിനാ വെച്ചാൽ ഇതിൽ കൂടി കറണ്ട് പാസ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുന്നത്. പിന്നെ ഇതിനെ ഈ 2 ബീക്കറിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരു ട്യൂബ് പോലത്തെ ഒരു സാധനം ഇതിൻ്റെ ഇടയിൽ വെക്കുന്നു. ഇതിനെ പറയുന്ന പേരാണ് സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. എന്താണ്? സാൾട്ട് ബ്രിഡ്ജ്. ഇതിനെപ്പറ്റി ഡീപ്പായിട്ട് നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞാൽ പഠിക്കാം. അപ്പോൾ ഇത്രയാണ് ഡാനിയൽ സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷൻ. 2 ബീക്കർ ഉണ്ട്. അതിൽ ഒന്നിൽ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനും ഉണ്ട്, ഒന്നിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനും ഉണ്ട്. സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ഉള്ള ബീക്കറിൽ സിങ്കിൻ്റെ റോഡ് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോപ്പർ സൾഫേറ്റ് ഉള്ള സൊല്യൂഷനിൽ കോപ്പറിൻ്റെ റോഡ് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന് 2നെയും കൂടി കണക്ട് ചെയ്തു ഒരു വോൾട്ട് മീറ്റർ വെച്ചിട്ട്. എന്നിട്ട് ഈ 2 ബീക്കറിനെയും കൂടി വേറൊരു സാധനം കൊണ്ട് നമ്മൾ ബന്ധിപ്പിക്കുന്നുണ്ട്. അതാണ് സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡാനിയൽ സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷൻ. ഇനി എന്താണ് ഇവിടെ നടക്കുക എന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഡാനിയൽ സെൽ എന്തായിരിക്കാം?
അവിടെ ഒരു കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റിയാണ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എങ്ങനെയാണ് എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം. ഇവിടെയുള്ള റിയാക്ഷൻ എന്താണെന്ന് നോക്കി നോക്കാം. ഇവിടെ ഫസ്റ്റത്തെ ബീക്കറിൽ ഒരു റിയാക്ഷൻ നടക്കുന്നുണ്ട്. എന്തായിരിക്കാം നോക്കാം. ഇവിടെ സിങ്കിൻ്റെ ദണ്ടുണ്ടല്ലോ ഇല്ലേ? ഈ സിങ്കിൻ്റെ ദണ്ട് എന്ത് ചെയ്യും എന്നറിയോ? 2 ഇലക്ട്രോൺസിനെ ഇങ്ങോട്ട് വിട്ടുകൊടുക്കും. 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കും. അപ്പോൾ നോക്കി നോക്കുക എന്താണ് ഉണ്ടാവുക. ആദ്യം സിങ്കിൻ്റെ ദണ്ടായിട്ടായിരുന്നു നിന്നിരുന്നത് അല്ലേ? ആ സിങ്കിൻ്റെ ദണ്ട് എന്ത് ചെയ്തു? അവിടെ സിങ്കിൻ്റെ ദണ്ട് എന്തോ ആയിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു ആരോ മാർക്ക് ഇട്ടിട്ടുള്ളത് അല്ലേ? എന്തായിട്ട് മാറിയിട്ടുണ്ടാവും? സിങ്കിൻ്റെ ദണ്ട് 2 ഇലക്ട്രോണിന് വിട്ടുകൊടുത്തു. അപ്പോൾ ആരായിട്ട് മാറിയിട്ടുണ്ടാകും? Zn2+ ഇല്ലേ? ആയില്ലേ? അതൊക്കെ അറിയില്ലേ? പിന്നെയോ ഇവിടുന്ന് പോകുന്ന ഒരു 2 ഇലക്ട്രോൺസും ഇല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെയുള്ള റിയാക്ഷനെ നമുക്ക് ഇങ്ങനെ എഴുതാം. Zn gives Zn2+ 2 ഇലക്ട്രോൺ. ഇവിടെയുള്ള സിങ്ക് 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് Zn2+ ആയി മാറി എന്നാണ് ഈ റിയാക്ഷൻ്റെ അർത്ഥം. ഇനിയോ ഈ 2 ഇലക്ട്രോൺ എങ്ങോട്ടാ പോകുന്നുണ്ടാവുക? ഈ 2 ഇലക്ട്രോൺ ഇങ്ങോട്ടാ പോവുക അല്ലേ? ഈ വയർക്കുടിയല്ലേ പോകുന്നുണ്ടാവുക. എന്നിട്ട് ഈ ദണ്ടിലൂടെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇവിടെ ഉള്ള Cu2+ അയോൺ ഉണ്ടാവുമല്ലോ ഈ സൊല്യൂഷനിൽ ഇല്ലേ? ഈ സൊല്യൂഷനിലാട്ടോ, അത് ശ്രദ്ധിക്കണം. സൊല്യൂഷനിലുള്ള Cu2+ അയോണുകൾ ഈ 2 ഇലക്ട്രോണിനെ സ്വീകരിച്ച് ആരായിട്ട് മാറും? Cu2+ എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? 2 ഇലക്ട്രോൺ അതിന് ഡെഫിഷ്യൻ്റ് ആണ് എന്നാണ് അർത്ഥം അല്ലേ? 2 ഇലക്ട്രോൺ അതിൽ കുറവുണ്ട്. കോപ്പർ ആറ്റത്തിൽ 2 ഇലക്ട്രോൺ കുറവുള്ള ഒരു സ്റ്റേജാണ് ഏത്? Cu2+ എന്ന സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ അവിടെ കുറവായിരിക്കും. അപ്പോൾ ആ 2 ഇലക്ട്രോൺ അത് കിട്ടിയാൽ അത് എന്തായിട്ട് മാറും? കോപ്പർ ആറ്റമായിട്ട് അത് മാറും. അപ്പോൾ അവിടെ ഉണ്ടാകുന്നത് എന്താ വെച്ചാൽ ഇവിടുന്ന് കൊടുക്കുന്ന 2 ഇലക്ട്രോണിനെ ഈ കോപ്പർ ഇതിലുള്ള Cu2+ അയോണുകൾ സ്വീകരിച്ചിട്ട് അത് Cu ആറ്റമായിട്ട് അത് മാറും. അപ്പോൾ ഇത് രണ്ടുമാണ് ഇവിടെ നടക്കുന്ന റിയാക്ഷൻസ്. ഇനി ഇവിടെ നോക്കി നോക്കൂ. ഇവിടെ സിങ്കിൻ്റെ ചാർജ് 0 അല്ലേ? സിങ്കിൻ്റെ മേലെ ഒന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് പറയാം സിങ്കിൻ്റെ ചാർജ് 0 എന്ന് പറയാം. ഇവിടെയോ സിങ്കിൻ്റെ ചാർജ് 2+ ആണ്. ഈ ആരോ മാർക്ക് ഇങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ചാർജ് 2+ ആണ്. അങ്ങനെ ഇവിടെ റിയാക്ഷൻ നടന്നപ്പോൾ എന്തായി? റിയാക്റ്റൻസിൻ്റെ സൈഡിലുള്ളതിനേക്കാൾ പ്രൊഡക്റ്റിൻ്റെ സൈഡിലുള്ളതിന് ചാർജ് കൂടി. അത് പറഞ്ഞാൽ എന്താ? അവിടെ ഓക്സിഡേഷൻ നടന്നു എന്നാണ് അർത്ഥം. ഓക്സിഡേഷൻ അങ്ങനെ ഓക്സിഡേഷൻ നടക്കുന്ന ദണ്ടുകളെ നമ്മൾ പറയുന്ന പേരാണ് ആനോഡ് പറയാം. The rod in which oxidation takes place is called anode. അപ്പോൾ ഇവിടെ നോക്കി നോക്കൂ, ഓക്സിഡേഷൻ ആണ് നടന്നിട്ടുള്ളത്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷൻ കഴിയുമ്പോൾ ഈ 0 ഉള്ളത് 2+ ആയിട്ട് മാറി അല്ലേ? ഇവിടെ 0 ആയിരുന്നു, ഇങ്ങോട്ട് എത്തിയപ്പോൾ അത് 2+ ആയി. അപ്പോൾ ചാർജ് കൂടി. അവിടെ ഓക്സിഡേഷൻ ആണ് നടക്കുക. അങ്ങനെ ഓക്സിഡേഷൻ നടക്കുന്ന ദണ്ടുകളെ നമ്മൾ പറയുന്ന പേരാണ് ആനോഡ്. അപ്പോൾ ഇത് എന്തായിരിക്കും? ഒരു ആനോഡ് ദണ്ടായിരിക്കാം അല്ലേ? ഇനി ഇവിടെയോ നോക്കി നോക്കൂ. ഇവിടെ ഈ ദണ്ടിൻ്റെ അവസ്ഥ എന്താ നോക്കി നോക്കൂ. ഇവിടെ നോക്കി നോക്കൂ, ഈ സൈഡിൽ അതായത് ആരോ മാർക്കിൻ്റെ ഇപ്പുറത്ത് കോപ്പറിന് 2+ ആയിരുന്നു അല്ലേ? +2 ചാർജ് ആയിരുന്നു. ഇങ്ങോട്ട് പോയപ്പോഴോ അത് ചാർജ് കുറഞ്ഞു, ഇതിന് 0 ചാർജായി അല്ലേ? അപ്പോൾ ഇവിടെ 2+ ഉണ്ടായിരുന്നത് റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ അവിടെ ചാർജ് കുറഞ്ഞു. അപ്പോൾ അവിടെ എന്തായിരിക്കും നടന്നിട്ടുണ്ടാവുക? റിഡക്ഷൻ ആണ് നടന്നിട്ടുണ്ടാവുക. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അർത്ഥം. റിയാക്ഷൻ നടക്കുമ്പോൾ അതായത് ഇവിടുത്തെ ആളുകൾ ഇതിൻ്റെ ചാർജ് എന്ത് ചെയ്തിട്ടുണ്ട്? കുറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ അവിടെ റിഡക്ഷൻ ആണ് നടന്നിട്ടുണ്ടാവുക. അങ്ങനെ റിഡക്ഷൻ നടക്കുന്ന ഇലക്ട്രോഡുകളെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? കാഥോഡ് എന്ന് പറയുക. എന്താണ്? കാഥോഡ്. അപ്പോൾ ഈ ദണ്ട് ആനോഡായിരിക്കാം, ഈ ദണ്ട് കാഥോഡായിരിക്കാം. മനസ്സിലായല്ലോ? ഇനി ഇവിടെ ഓവറോൾ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം.
ഇവിടെയുള്ള ഓവറോൾ റിയാക്ഷൻ എങ്ങനെയാണ് നോക്കാം. ഇവിടെയുള്ള റിയാക്ഷൻ ഒന്നും കൂടി ഞാൻ ഇങ്ങോട്ട് എടുത്ത് എഴുതുന്നു കേട്ടോ. നോക്കാം. സിങ്ക് ഗീവ്സ് Zn2++ 2 ഇലക്ട്രോൺ അല്ലേ. പിന്നെയോ Cu2++ 2 ഇലക്ട്രോൺ ഗീവ്സ് Cu ഇല്ലേ. ഇനി ഇതിൻ്റെ ഓവറോൾ റിയാക്ഷൻ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഈ ആരോ മാർക്കിൻ്റെ ഇപ്പുറത്തെ സൈഡിലുള്ള ആളുകളൊക്കെ അല്ലേ, ഓലൊക്കെ പാടെ കൂട്ടിങ്ങാണ്ട് നമ്മൾ ഇങ്ങോട്ട് എഴുതുക. അപ്പോൾ എങ്ങനെ ഇക്കാരം ഇവിടെ സിങ്ക് ഉണ്ട് അല്ലേ, ഈ ആരോ മാർക്കിൻ്റെ ഇപ്പുറത്ത് സിങ്ക് ഉണ്ട്, പ്ലസ് ഇട്ടു. പിന്നെ ഈ ആരോ മാർക്കിൻ്റെ ഇപ്പുറത്ത് എങ്ങനെയുണ്ട് Cu2+ എന്ന് പറഞ്ഞ Cu2+ എന്ന് പറഞ്ഞ അയോൺ ഉണ്ട്. പിന്നെ അതിന് അപ്പുറത്ത് 2 ഇലക്ട്രോണും ഉണ്ട് അല്ലേ. അപ്പോൾ ഈ സൈഡിലുള്ളതിലൊക്കെ നമ്മൾ കൂട്ടി എഴുതി. എന്നിട്ട് പിന്നെ ആരെ എഴുതേണ്ടി വരിക? ഈ ആരോ മാർക്കിന് എഴുതാം. പിന്നെയോ ആരോ മാർക്കിൻ്റെ ഇപ്പുറത്തുള്ളപോലെ എഴുതാം. നമ്മൾ ഓവറോൾ റിയാക്ഷനാണ് എഴുതുന്നത് കേട്ടോ, ശ്രദ്ധിക്കുക. അപ്പോൾ Zn2++ 2 ഇലക്ട്രോണായി മറുത് പ്ലസ് Cu എന്ന് നമ്മൾ എഴുതി. ഇതാണ് ഇതിൻ്റെ ഓവറോൾ റിയാക്ഷൻ. ഇനി എന്താ ചെയ്യുക? ഈ രണ്ട് സൈഡിലും ആരോമാർക്കിൻ്റെ ഇപ്പുറത്തുള്ളതും നമ്മൾ ഒരേപോലത്തെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ കട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെയോ 2 ഇലക്ട്രോൺ ആണ്, ഇവിടെയും 2 ഇലക്ട്രോൺ ആണ്. അപ്പോൾ അത് രണ്ടും നമ്മൾ കട്ട് ചെയ്തു. പിന്നെയോ സിങ്ക് പ്ലസ് Cu2+ ഗീവ്സ് എന്താവും വരിക? Zn2++ Cu. അതാണ് ഇതിൻ്റെ ഓവറോൾ റിയാക്ഷൻ. Zn plus Cu2+ ഗീവ്സ് Zn2++ Cu. ഇതാണ് ഇതിൻ്റെ ഓവറോൾ റിയാക്ഷൻ. ഡാനിയൽ സെല്ലിൻ്റെ ഓവറോൾ റിയാക്ഷൻ ഇതാണ്. അപ്പം നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് സാൾട്ട് ബ്രിഡ്ജ് കണ്ടില്ലേ? ഡാനിയൽ സെല്ല് റെപ്രസെൻ്റ് ചെയ്തപ്പോൾ സാൾട്ട് ബ്രിഡ്ജ് കണ്ടില്ലേ? എന്താണ് സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ അറിയോ? സാൾട്ട് ബ്രിഡ്ജിൻ്റെ ഷേപ്പ് എങ്ങനെയായിരുന്നു? ഞാൻ സാൾട്ട് ബ്രിഡ്ജിൻ്റെ ഷേപ്പ് 2 ബീക്കർ വരച്ചപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ഷേപ്പായിരുന്നു വരച്ചിരുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഷേപ്പ് എന്താണ്? യു ഷേപ്പാണ് അല്ലേ. അപ്പം നമുക്ക് പറയാം സാൾട്ട് ബ്രിഡ്ജ് ഇസ് എ യു ട്യൂബാണ് എന്ന് പറയാം. ഇറ്റ് ഈസ് എ യു ട്യൂബാണ്. അതിൽ എന്താ നിറച്ചിട്ടുണ്ടാവുക? പൊട്ടാസ്യം ക്ലോറൈഡിൽ KCl ജലാറ്റിൻ്റെയോ അല്ലെങ്കിൽ അഗറിൻ്റെയോ ഒരു പേസ്റ്റ് ആണ് നമ്മൾ സാൾട്ട് ബ്രിഡ്ജിൽ ഇട്ടിട്ടുണ്ടാവുക. അതായത് പൊട്ടാസ്യം ക്ലോറൈഡ് സൊല്യൂഷനിലേക്ക് നമ്മൾ ജലാറ്റിനോ അല്ലെങ്കിൽ അഗറോ ഉള്ളൊരു പേസ്റ്റും കൂടി ഇട്ട് അതിന് രണ്ടിനെയും കൂടി മിക്സ് ചെയ്തിട്ട് അതായിരിക്കാം ഈ സാൾട്ട് ബ്രിഡ്ജിൽ നമ്മൾ നിറച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കാം? ഫിൽഡ് വിത്ത് ജലാറ്റിൻ ഓർ അഗർ എന്താണ്? ജലാറ്റിൻ ഓർ അഗർ ഇൻ ഇലക്ട്രോലൈറ്റിലേക്ക് KCl. അതായത് പൊട്ടാസ്യം ക്ലോറൈഡിൻ്റെ ഒരു സൊല്യൂഷൻ ഉണ്ട്, അതിലേക്ക് ജലാറ്റിൻ്റെയോ അല്ലെങ്കിൽ അഗറിൻ്റെയോ പേസ്റ്റ് ഇട്ടിട്ട് അതിങ്ങോട്ട് മിക്സ് ചെയ്തിക്കുക. എന്നിട്ട് അതാണ് ഈ സാൾട്ട് ബ്രിഡ്ജിൽ നമ്മൾ നിറച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു യു ഷേപ്പ്ഡ് ട്യൂബാണ് എന്ത്? സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് അതിൻ്റെ ഫങ്ഷൻസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. സാൾട്ട് ബ്രിഡ്ജ് എന്താണെന്ന് ചോദിക്കും, അതിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് ചോദിക്കും. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്തായാലും പഠിച്ചു വെക്കുക. എന്താണ് ഫങ്ഷൻസ്, എന്തൊക്കെയാണ്? ഇത് സാൾട്ട് ബ്രിഡ്ജ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നറിയോ? ഇലക്ട്രിക്കൽ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സാൾട്ട് ബ്രിഡ്ജ്. അപ്പോൾ നമുക്ക് പറയാം ടു കംപ്ലീറ്റ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്. പിന്നെയോ ടു മെയിൻറ്റെയിൻ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി. എന്താണ്? ടു മെയിൻറ്റെയിൻ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി. ഈ 2 പോയിന്റും നിങ്ങൾ ഇപ്പം തന്നെ അങ്ങോട്ട് പഠിക്കുക. ടു മെയിൻറ്റെയിൻ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി. ഇപ്പം 2 പോയിന്റാണ്. എന്തൊക്കെയാണ് സാൾട്ട് ബ്രിഡ്ജിൻ്റെ ഫങ്ഷൻസ്? ടു മെയിൻറ്റെയിൻ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും
പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാനുമാണ് നമ്മൾ സാൾട്ട് ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു യു ഷേപ്പ്ഡ് ട്യൂബാണ്. അതിൽ എന്താ നിറച്ചിട്ടുള്ളത്? പൊട്ടാസ്യം ക്ലോറൈഡിൽ അഗർ അഗറിൻ്റെയോ അല്ലെങ്കിൽ ജലാറ്റിൻ്റെയോ പേസ്റ്റ് ഇട്ടിട്ട് അത് ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഈ സാൾട്ട് ബ്രിഡ്ജിൽ നമ്മൾ നിറച്ചിട്ടുള്ളത്. അത് സാൾട്ട് ബ്രിഡ്ജ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇലക്ട്രിക്കൽ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ സാൾട്ട് ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ പഠിക്കാനുള്ളത് ഒരു സെല്ലിനെ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യാം, അതാണ് പഠിക്കാനുള്ളത്. അത് പരീക്ഷയ്ക്ക് ചോദിക്കും. റെപ്രസെൻറ്റേഷൻ ഓഫ് എ സെൽ. റെപ്രസെൻറ്റേഷൻ ഓഫ് എ സെൽ നമുക്ക് നോക്കി നോക്കാം. നമ്മൾ പഠിച്ചില്ലേ, ഡാനിയൽ സെല്ല് പഠിച്ചില്ലേ, അതിനെങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കി നോക്കാം. ഡാനിയൽ സെല്ലിൽ എന്തായിരുന്നു? ഒന്നിൽ സിങ്ക് സൾഫേറ്റ് ഇല്ലേ, അതിൽ സിങ്കിൻ്റെ ഇതുണ്ട്. പിന്നെയോ കോപ്പർ സൾഫേറ്റ് ഇല്ലേ, അതിൽ കോപ്പറിൻ്റെ ഇതുണ്ട്. പിന്നെ അതിൻ്റെ രണ്ടിനെയും കൂടി നമ്മൾ വോൾട്ട് മീറ്റർ വെച്ചിട്ട് കണക്ട് ചെയ്തിക്കുക. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു സാൾട്ട് ബ്രിഡ്ജും അല്ലേ, അതല്ലായിരുന്നു അതിൻ്റെ ഇത്. ഇനി ഇതിനെ എങ്ങനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക? ഇതൊരു സെല്ലാണ്, ഡാനിയൽ സെല്ല് എന്ന് പറയുന്നത് ഒരു സെല്ലാണ്. ഈ സെല്ലിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും, അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത് അറിയോ? ആദ്യം അതിനൊരു ഇക്വേഷൻ പോലൊരു ഇതുണ്ട്, അതാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ആദ്യം ആനോഡ് എഴുതുക, ഒരു സെല്ലിൻ്റെ ആനോഡ് ആദ്യം എഴുതുക. എന്നിട്ട് ഇങ്ങനെ ഒരു സ്ലാഷ് ഇടുക, ഒരു ബാറ് പോലത്തെ ഒരു സാധനം ഇടുക. പിന്നെ നമ്മൾ പറയേണ്ടത് എന്താണ്? ആനോഡ് ഇലക്ട്രോലൈറ്റ്. ആനോഡ് ഇട്ടിട്ടുള്ള ഇലക്ട്രോലൈറ്റ് ഉണ്ടാവുമല്ലോ, അതിനെ വയ്ക്കുക, അത് എഴുതാം. എന്നിട്ട് ഡബിൾ സ്ലാഷ് ഇടാം, 2 സ്ലാഷ് ഇടാം. അപ്പോൾ അതെന്താ അതിനർത്ഥം വെച്ചാൽ ഈ ഒരു ബീക്കത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞു എന്നാണ് അർത്ഥം. കാരണം അതിന് ആനോഡിനെ എഴുതി, ആനോഡിൻ്റെ ഇലക്ട്രോലൈറ്റിനെ എഴുതി. പിന്നെ അപ്പോൾ ഈ ബീക്കർത്ത് കഴിഞ്ഞു. പിന്നെ സാൾട്ട് ബ്രിഡ്ജാണ് ഇവിടെ ഉള്ളത്. ആ സാൾട്ട് ബ്രിഡ്ജിനെയാണ് നമ്മൾ ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെ ഡബിൾ സ്ലാഷ് ഇട്ടിട്ട്. ഓക്കെ, പിന്നെ നമ്മൾ എഴുതേണ്ടത് കാഥോഡിൻ്റെ ഇലക്ട്രോലൈറ്റ്. എന്താണ്? കാഥോഡിൻ്റെ ഇലക്ട്രോലൈറ്റ്. കാഥോഡ് ഇവിടെയുള്ള ഇതിൻ്റെ ഇലക്ട്രോലൈറ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സ്ലാഷ് ഇട്ടിട്ട് എഴുതുക കാഥോഡ്. കാഥോഡ്. അപ്പോൾ ഡാനിയൽ സെല്ലിൻ്റെ എങ്ങനെ ആയിരിക്കാം അതിൻ്റെ റെപ്രസെൻറ്റേഷൻ എങ്ങനെയായിരിക്കാം നോക്കി നോക്കൂ. ഇവിടെ ആനോഡാണ്. ആനോഡ് ഏതാണ്? ആനോഡ് സിങ്കിൻ്റെ ദണ്ടാണ് ആനോഡ് അല്ലേ. അപ്പോൾ നമ്മൾ സിങ്ക് ഇട്ടു, അതിനോട് സ്ലാഷ് എഴുതി. പിന്നെയോ ആനോഡിൻ്റെ ഇലക്ട്രോലൈറ്റ് ആണ്. ആനോഡിൻ്റെ ഇലക്ട്രോലൈറ്റ് ഏതാണ്? സിങ്ക് 2+ ആണ് അല്ലേ. സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ആണ്, അത് ഫുള്ള് എഴുതേണ്ട ആവശ്യമില്ല, അതിലുള്ള അയോൺ എഴുതിയാൽ മതി. അപ്പോൾ ഏതാണ്? സിങ്ക് 2+, Zn2+. ഇനിയോ ഡബിൾ സ്ലാഷ് ഇടുക. പിന്നെയോ കാഥോഡിൻ്റെ ഇലക്ട്രോലൈറ്റ്. കാഥോഡിൻ്റെ ഇലക്ട്രോലൈറ്റ് ഏതായിരിക്കാം? Cu2+. പിന്നെയോ നമ്മളൊരു സ്ലാഷ് ഇട്ടു, കാഥോഡ് എഴുതി, ഏതാണ്? കോപ്പർ അല്ലേ. അപ്പം ഇതാണ് ഡാനിയൽ സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷൻ. ഇതാണ് ഡാനിയൽ സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഈ ഭാഗത്ത് ഇത്രയും ഞാൻ പറഞ്ഞതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ വെച്ചാൽ 6 മാർക്കോളം വരുന്നൊരു ക്വസ്റ്റ്യനാണ് ഇപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞത്. ആദ്യം ചോദിക്കും എന്താണ് ഗാൽവാനിക് സെല്ല്. ഒരു ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഇട്ടിട്ട് ചോദിക്കും വാട്ട് ഈസ് ഗാൽവാനിക് സെല്ല്, റൈറ്റ് ആൻ എക്സാമ്പിൾ. അപ്പോൾ എഴുതാൻ അറിയാലോ, കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഒരു ഡിവൈസാണ് ഗാൽവാനിക് സെല്ല്. അതിനൊരു എക്സാമ്പിൾ ഡാനിയൽ സെല്ല്. എന്നിട്ട് ചോദിക്കും അല്ലെങ്കിൽ ഡാനിയൽ സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷൻ ചോദിക്കും, അല്ലെങ്കിൽ അതിലുള്ള ഓവറോൾ റിയാക്ഷൻ ചോദിക്കും ചിലപ്പോൾ. പിന്നെ ചോദിക്കും വാട്ട് ഈസ് സാൾട്ട് ബ്രിഡ്ജ്, അതിൻ്റെ ഫംഗ്ഷൻ എഴുതാൻ പറയും, ക്വസ്റ്റ്യൻ ആയിട്ട്, അത് എഴുതിക്കൂടെ. പിന്നെ ചോദിക്കും ഡാനിയൽ സെല്ലിനെ ഒന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ പറയും. അങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറയുമ്പോൾ ഇതും എഴുതാം. അപ്പോൾ അങ്ങനെ ഒരു 5-6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞത് കേട്ടോ. ഈസി ആണെങ്കിലും എളുപ്പത്തിൽ മാർക്ക് നേടാൻ കഴിയുകയും ചെയ്യും.